ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. അപ്പോൾ നമുക്കറിയാം ബസ്മതി റൈസ് നമ്മൾ അധികവും ബിരിയാണി ഉണ്ടാക്കാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ബിരിയാണി മാത്രമല്ല പുലാവും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവരെ പാക്കിംഗ് ആണെങ്കിലും നല്ല അടിപൊളിയാണ്. അത് നമ്മൾ ഒരിക്കൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാലും പിന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് ഇവർ പാക്കിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. സോ വേറൊരു കണ്ടെയ്നറിലേക്കൊന്നും നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അതുകൂടാതെ ഇതിൻ്റെ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബസ്മതി റൈസ് എന്ന് പറയുമ്പം ആ പേര് തന്നെ ഉദ്ദേശിക്കുന്നത് സൗന്ദര്യത്തിൻ്റെ റാണി അല്ലെങ്കിൽ സുഗന്ധമുള്ളത് എന്നൊക്കെയാണ്. സോ നല്ലൊരു ആരോമയുള്ളൊരു റൈസാണിത്. പിന്നെ ഇതിൻ്റെ ഗ്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാലും സാധാരണ നമ്മുടെ അരിയിനേക്കാളും കുറച്ചും കൂടി നീളമുള്ള അരിയായിരിക്കും. സോ ഈ ബസ്മതി റൈസിന് ബാക്കിയുള്ള റൈസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ഇവർ റൈസ് എന്ന് പറയുന്ന സമയത്ത് ഇവർ ജസ്റ്റ് എടുത്തപാട് തരുന്നതല്ല, ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലം 2 കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവർ തരുന്നത്. സോ അത്രയും കാലപ്പഴക്കം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. സോ നമുക്കിപ്പോൾ ഒന്ന് ഇവരെ ഗ്രെയിൻസ് കാണാം കേട്ടോ. അത്യാവശ്യം നല്ല നീളമുള്ള അരിയാണ്. ഇനി ഇത് കുക്ക് ചെയ്യുമ്പോൾ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസായിട്ട് വരും കേട്ടോ. ഇനി ഇവരുടെ അരിനെ പറ്റി നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ക്ലാസിക് ബസ്മതി ആണെങ്കിൽ ഒരു 2 കൊല്ലമാണ് വെയിറ്റിംഗ് പീരീഡ്. ഇനി 1.5 ഇയേഴ്സാണ് സെലക്ട് ചെയ്യുന്ന ബസ്മതിക്കുള്ളത്. പിന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല എക്സ്ട്രാ ലോങ് ആണ്, സ്ലെൻഡർ ആണ്. ഇനി കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നമില്ല, പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നമില്ല. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ അരിയാണ് ഇവരുടെ ഒരു ബസ്മതി റൈസ് എന്ന് പറയുന്നത്. ഇനി ന്യൂട്രീഷണൽ വാല്യൂസ് എന്ന് പറയുന്ന സമയത്ത് ബ്രൗൺ ബസ്മതി ആണെങ്കിൽ കുറച്ചും കൂടി ഫൈബറും ഫോസ്ഫറസും സിങ്കും ബി വിറ്റമിൻസ് ഒക്കെ ഉള്ളൊരു റൈസാട്ടോ. സോ കമ്പാരിറ്റീവ്ലി സാധാ റൈസിനേക്കാളും കുറേ നല്ല ഗുണമുള്ളൊരു റൈസാണ് ഇവരുടെ. അതുകൂടാതെ നമ്മുടെ ബ്ലഡിലെ ഷുഗർ മാനേജ്മെൻറ്റിനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം സാധാരണ നമ്മുടെ വൈറ്റ് റൈസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് ലോവർ ഗ്ലൈക്കമിക് ഇൻഡെക്സ് ആണുള്ളത്. സോ അതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ മാനേജ്മെൻറ്റ് നല്ലപോലെ ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല നീളമുള്ള അരിയാണ്. അതുകൂടാതെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അതിങ്ങനെ സൈഡിലോട്ട് പോയിട്ട് ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വീർത്ത് വരും. അപ്പം നല്ല സോഫ്റ്റും ആയിരിക്കും, എന്നാൽ അത് പൊട്ടി പോകത്തുമില്ല, അത്യാവശ്യം നീളത്തിലും കിട്ടും. സോ നമുക്കിഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു അരിയാണ് ഈ ബസ്മതി അരി എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്